രേണുക, ഇപ്പോൾ ആവേശം ഒട്ടും തന്നെ കുറയാതെ കൂടുതൽ പ്രവർത്തകർ, അതായത് മൂന്ന് മുന്നണികളുടെയും കൂടുതൽ പ്രവർത്തകർ പേരൂർക്കട ജംഗ്ഷനിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ശക്തി പ്രകടനം, അതായത് ഏത് രീതിയിലും തങ്ങളുടെ ശക്തി പ്രകടിപ്പിക്കുക, അത് ക്രെയിൻ ആയിക്കോട്ടെ, ചെണ്ടമേളമായിക്കോട്ടെ, ബാൻഡ് മേളമായിക്കോട്ടെ, അത് എല്ലാ തരത്തിലും മൂന്ന് മുന്നണികളും ഒരു തരത്തിലും വിട്ടുകൊടുക്കാത്ത രീതിയിലുള്ള ആഘോഷമാണ് ഇപ്പോൾ പേരൂർക്കട ജംഗ്ഷനിൽ നടക്കുന്നത്. സ്ഥാനാർത്ഥികൾ 5 മണിയോടുകൂടി ഇവിടേക്ക് എത്തുമെന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥികൾ കൂടെ വരുമ്പോൾ അവരുടെ കൂടെ എത്തുന്ന അണികളും പ്രവർത്തകരും മറ്റ് ജനങ്ങളും കൂടി ആകുമ്പോൾ പേരൂർക്കട ജംഗ്ഷൻ ഒരു കൊട്ടിക്കലാശത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തുമെന്നൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഈ ഒരു പ്രവർത്തകരും എല്ലാവരും കാത്തിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഈ ഒരു കൊടിതോരണങ്ങളായിക്കോട്ടെ, മറ്റേ പല വർണ്ണരീതിയിലുള്ള പല സാധനങ്ങളും ഇവിടെ പരീക്ഷിക്കുന്നുണ്ട്. ഈ ഒരു കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായി ക്രെയിൻ ഉയർത്തിക്കൊണ്ട് ഏറ്റവും ഉയരത്തിലേക്ക് സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങളും പോസ്റ്ററുകളും ഫ്ലക്സുകളും എത്തിക്കുക, കൊടിതോരണങ്ങൾ ഏറ്റവും ഉയരത്തിൽ എത്തിക്കുക. അത് BJP ആയിക്കോട്ടെ, LDF ആയിക്കോട്ടെ, UDF ആയിക്കോട്ടെ, മൂന്ന് മുന്നണികളും ഒപ്പത്തിനൊപ്പം തന്നെയാണ് ഈ കൊട്ടിക്കലാശത്തിൽ അവർ മാറ്റിവെക്കുന്നത്. തങ്ങളുടെ ശക്തിപ്രകടനം, അതായത് തിരുവനന്തപുരം ജില്ലയിലായിക്കോട്ടെ, കേരളത്തിൽ തന്നെ വളരെയധികം ശ്രദ്ധയാകർഷിക്കുന്ന വളരെ വലിയ മത്സരം നടക്കുന്നൊരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. അവിടെ BJPയുടെ A ക്ലാസ് മണ്ഡലമായി കണക്കാക്കപ്പെടുന്നതും ഒപ്പം തന്നെ മറ്റ് രണ്ട് മുന്നണികൾക്കും സുപ്രധാന നേതാക്കന്മാർ തന്നെയാണ് മത്സര രംഗത്തുള്ളത്. അതുകൊണ്ട് ഒരു തരത്തിൽ പോലും അത് പ്രചാരണത്തിന്റെ വളരെ കുറച്ച് ദിവസങ്ങൾ കിട്ടിയ സമയത്തായിക്കോട്ടെ, ഈ കൊട്ടിക്കലാശത്തിന്റെ അല്ലെങ്കിൽ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിലായിക്കോട്ടെ, ഒട്ടും തന്നെ പുറകിലേക്ക് പോകാൻ പറ്റില്ല. അത്തരത്തിൽ ഒരു വിട്ടുകൊടുക്കുന്ന ഒരു സാഹചര്യത്തിലും നൽകില്ല എന്ന തരത്തിലാണ് ഇപ്പോൾ ഇവിടെ ആഘോഷം നടക്കുന്നത്. നമുക്ക് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും. ഇവിടെ പേരൂർക്കടയിലാണ് ഏറ്റവും വർണ്ണാഭമായുള്ള രീതിയിൽ ജനപങ്കാളിത്തം കൊണ്ടായിക്കോട്ടെ, മറ്റ് ശബ്ദഘോഷങ്ങൾ കൊണ്ടായിക്കോട്ടെ, എല്ലാ രീതിയിലും വലിയ രീതിയിലുള്ള ആഘോഷം നടക്കുന്ന പേരൂർക്കട ജംഗ്ഷനിലാണ് നമ്മളിപ്പോൾ ഉള്ള. ദൃശ്യങ്ങൾ തന്നെ വളരെ വ്യക്തമാണ്. ഇനി സ്ഥാനാർത്ഥികൾ എത്തുക എന്നൊരു സമയം മാത്രം, അതിനുള്ളൊരു താമസം മാത്രമേ ഉള്ളൂ. ഇനി കൂടിപ്പോയ 1 മണിക്കൂറിലധികം സമയം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അതുകൊണ്ട് സ്ഥാനാർത്ഥികളെത്തി അണികളെയും ജനങ്ങളെയും പ്രവർത്തകരെയും എല്ലാവരെയും ആവേശ കൊടുമുടിയിലേക്ക് എത്തിക്കുക. നിശബ്ദ പ്രചാരണത്തിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുൻപേയുള്ള അവസാന മണിക്കൂറുകളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. പേരൂർക്കട അതിന്റെ കൊട്ടിക്കലാശത്തിന്റെ പാരമ്പര്യത്തിലേക്ക് കടന്നിട്ടുണ്ട്. പക്ഷേ ഇനിയും പ്രവർത്തകർ ഇവിടേക്ക് എത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം സ്ഥാനാർത്ഥികൾ ഇനിയും എത്തിയിട്ടില്ല. പോലീസ് കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ മൂന്ന് റോഡുകൾ വന്നു ചേരുന്ന ഈ സ്ഥലത്ത് മറ്റ് ഗതാഗത തടസ്സങ്ങളൊന്നുമില്ലാത്ത രീതിയിൽ ഈ ഒരു കൊട്ടിക്കലാശത്തിന് ഒരുക്കങ്ങളും മറ്റ് ക്രമസമാധാന പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകാതിരിക്കാനുള്ള പോലീസ് സന്നാഹവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 5 മണിയോടുകൂടി 3 സ്ഥാനാർത്ഥികളും ഇവിടേക്ക് എത്തും. അപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കെ മുരളീധരൻ അദ്ദേഹം പ്രചരണ വാഹനത്തിലേക്ക്, എനിക്ക് തോന്നുന്നു പേരൂർക്കടയിലെ കൊട്ടിക്കലാശം നടക്കുന്ന ഇടത്തെ അദ്ദേഹത്തിന്റെ ആ വാഹനത്തിന് മുകളിലേക്ക് കയറുന്നതാണ് നമ്മൾ കാണുന്നത്. കെ മുരളീധരൻ അവിടെ എത്തിയിരിക്കുന്നു, കൊട്ടിക്കലാശ വേദിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് സാഹചര്യം. കെ മുരളീധരൻ വലിയ ആത്മവിശ്വാസത്തിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം മണ്ഡലം തിരിച്ചുപിടിക്കാനാകും എന്ന വലിയ ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതേസമയം ആദ്യ വനിതാ MLA വട്ടിയൂർക്കാവിന് എന്നതാണ് R ശ്രീലേഖ പറയുന്നത്. അതേസമയം മണ്ഡലം നിലനിർത്താനാകും എന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് LDF സ്ഥാനാർത്ഥി VK പ്രശാന്ത് അവിടെ ഉള്ളത്. പ്രശാന്ത് ബ്രോ, മേയർ ബ്രോ ആയി അവിടെ തുടങ്ങിയ ആ ജൈത്രയാത്ര തുടരാനാകും എന്ന് തന്നെ VK പ്രശാന്തും പ്രതീക്ഷിക്കുന്നു. അങ്ങനെ സംസ്ഥാനത്തെ ഏറ്റവും വേറും വാശിയുമേറിയ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വട്ടിയൂർക്കാവ്, അവിടെ കൊട്ടിക്കലാശവും ഇഞ്ചോടിഞ്ചാണ് എന്ന് തന്നെ പറയാം. ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കില്ല എന്ന വാശി 3 മുന്നണികളെ സംബന്ധിച്ചും ഉണ്ട് എന്നതാണ് വട്ടിയൂർക്കാവിന്റെ പ്രത്യേകത. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രചരണ രംഗത്ത് നമ്മൾ അത് കണ്ടതാണ്. അതിപ്പോൾ കൊട്ടിക്കലാശത്തിന്റെ വേദിയിലും ഉണ്ടാകുന്നു. കെ മുരളീധരൻ കൊട്ടിക്കലാശ വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. വി മുരളീധരൻ എത്തിയതോടുകൂടി UDF ക്യാമ്പ് കൂടുതൽ ആവേശത്തിലാകുന്നതാണ് നമ്മൾ വട്ടിയൂർക്കാവിൽ കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ചില കത്ത് വിവാദങ്ങൾ കൂടി കണ്ടതാണ്. അത് കഴിഞ്ഞ ദിവസം സണ്ണി ജോസഫ്, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പേരിലിറങ്ങിയ ഒരു വ്യാജ കത്താണ്. അത് സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചുകൊണ്ട് അയച്ച കത്ത് എന്ന നിലയിലാണ് പ്രചരിപ്പിക്കപ്പെട്ടത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ കലാശക്കൊട്ടിന്റെ സമയത്തും മറ്റൊരു കത്ത് വിവാദം ഉണ്ടാവുകയാണ്. അത് പ്രതിപക്ഷ നേതാവിന്റെ പേരിൽ പ്രചരിക്കുന്ന വ്യാജ കത്തുമായി ബന്ധപ്പെട്ടാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കും DGPക്കും പ്രതിപക്ഷ നേതാവ് പരാതി നൽകിയിരിക്കുന്ന ഒരു വിഷയത്തിൽ എന്നതാണ് മനസ്സിലാകുന്നത്. UDF സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് അധ്യക്ഷൻ അയച്ചതെന്ന വ്യാജേനയാണ് പ്രതിപക്ഷ നേതാവിന്റെ ലെറ്റർ പാഡ് വ്യാജമായി നിർമ്മിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും നമുക്കറിയാം, സ്ഥാനാർത്ഥി നിർണ്ണയം അത് കോൺഗ്രസിനെ സംബന്ധിച്ച് കീറാമുട്ടിയാകുമോ എന്ന് കരുതിയതാണ്. പക്ഷേ വലിയ പ്രശ്നങ്ങൾ ഇല്ലാണ്ട് അവസാനിപ്പിക്കാനായി. എങ്കിൽ പോലും നിരാശരായ നിരവധി നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുണ്ട്.
അവർ ഏതെങ്കിലും തരത്തിൽ പാലം വലിക്കുമോ എന്ന ആശങ്ക കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ട്. അവിടെയാണ് ഇത്തരം കത്ത് വിവാദങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് ഈ കാര്യത്തിൽ പരാതി നൽകിയിരിക്കുന്നു. അതിൽ ആലുവ പോലീസ്, സൈബർ പോലീസ് കേസെടുത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇപ്പോൾ ആലുവ സൈബർ പോലീസ് ഇതിൽ കേസെടുത്തിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ മൊഴി ഇതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന വിവരം കൂടിയാണ് വരുന്നത്. വലിയ രീതിയിലുള്ള ആവേശത്തിലേക്ക് കൊട്ടിക്കലാശം മാറുന്നതാണ് സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ നമ്മൾ കാണുന്നത്. 140 മണ്ഡലങ്ങളിലും ആവേശം അലതല്ലുകയാണ്. 23 ദിവസം, അത് വിശ്രമവേളകൾ പോലും ഇല്ലാത്ത 23 ദിവസമാണ് ഓരോ മുന്നണിയെ സംബന്ധിച്ചും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും കടന്നു പോകുന്നത്. വിശ്രമിക്കാൻ പോലും സമയമില്ലാത്ത രീതിയിൽ ആ മണ്ഡലത്തിലെ എല്ലാ വീടുകളും ഒന്ന് കയറിയിറങ്ങാൻ പോലും പറ്റാത്ത അത്രയും ചുരുങ്ങിയ സമയക്രമത്തിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. എല്ലാവരെയും നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കാൻ പോലും സ്ഥാനാർത്ഥികൾക്ക് കഴിയാതെ പോയ സാഹചര്യമുണ്ട്. വാഹന പ്രചരണ ജാഥകളും മറ്റും കൊണ്ട് അവർ അത് മേക്കപ്പ് ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ചൂടിൻ്റെ അതിപ്രസരമുണ്ടായിരുന്നു. അതൊക്കെയും ആ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെയും കടന്നുകൊണ്ട് 23 ദിവസം കടന്നുപോയിരിക്കുകയാണ്. പ്രചരണത്തിൻ്റെ കൊട്ടിക്കലാശത്തിൻ്റെ ദിവസമാണ് ഇന്ന്. ഇതോടുകൂടി അവരുടെ ഉത്തരവാദിത്വം കഴിയുകയാണ്. എല്ലാ മുന്നണികളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ സാധ്യമായ എല്ലാ തരത്തിലുമുള്ള പ്രചരണം കാഴ്ചവെച്ചിട്ടുണ്ട് എന്ന ആത്മവിശ്വാസത്തിലാണ്. പാഴാക്കാൻ ഒരു മിനിറ്റ് പോലും ഇല്ലായിരുന്ന തെരഞ്ഞെടുപ്പിൽ അവർക്ക് പറ്റുന്നത് ചെയ്തു എന്ന ഒരു ആത്മനിർവൃതിയായിരിക്കും ഉണ്ടാവുക. KV ബൈജു കൂടി നമുക്കൊപ്പം ചേരുകയാണ്. മഞ്ചേശ്വരത്ത് നമുക്കറിയാം സംസ്ഥാനം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. BJP കഴിഞ്ഞ 2 തവണ നിസാര വോട്ടുകൾക്ക് BJPക്ക് നഷ്ടപ്പെട്ടു പോയ NDAക്ക് നഷ്ടപ്പെട്ടു പോയ മണ്ഡലമാണ്. അവിടെ K സുരേന്ദ്രനുണ്ട്. അണ്ണാമലൈ ഉൾപ്പെടെയുള്ള നേതാക്കൾ K സുരേന്ദ്രൻ അവസാന ഘട്ടത്തിൽ വോട്ട് പിടിക്കാനായി അവിടെ എത്തിയ സാഹചര്യമൊക്കെ ഉണ്ട്. ഇപ്പോൾ KV ബൈജു ചേരുന്നു. ബൈജു, കൊട്ടിക്കലാശ വേദിയിലേക്ക് 3 മുന്നണി നേതാക്കളും 3 സ്ഥാനാർത്ഥികൾ, മുന്നണിയുടെയും സ്ഥാനാർത്ഥികൾ എത്തിയിട്ടുണ്ടോ? ആവേശം എങ്ങനെയാണ്? ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള എന്തൊക്കെ സജ്ജീകരണങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ട്? രേണുക, നമ്മൾക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കാസർഗോഡ് UDF സ്ഥാനാർത്ഥിയുടെ കൊട്ടിക്കലാശത്തിന്റെ വാഹന വ്യൂഹങ്ങളാണ്. സ്ഥാനാർത്ഥി ഈ വാഹനങ്ങൾക്ക് തൊട്ടുപിറകിലായി വരുന്നുണ്ട്. എന്തായാലും രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ വാശിയേറിയ പ്രചരണം നടന്ന ഒരു ജില്ല. 2 മണ്ഡലങ്ങളിൽ BJP ഏറെ സാധ്യത കൽപ്പിക്കുന്നു. അതിൽ മഞ്ചേശ്വരം വളരെ പ്രധാനമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. കാരണം K സുരേന്ദ്രൻ കഴിഞ്ഞ 20 വർഷമായി മഞ്ചേശ്വരത്ത് നിന്നും ജനവിധി തേടുന്നു. ഇത്തവണ താമര വിരിയുമോ മഞ്ചേശ്വരത്ത്? അതാണ് ഏവരും ചോദ്യം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വലിയ തോതിൽ പ്രവർത്തകർ ആ പ്രചരണവുമായി എത്തുന്നു. കലാശക്കൊട്ടിന്റെ അതിന്റെ പാരമ്യത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നു എന്ന് വേണം പറയാൻ. ഇപ്പോൾ കാണുന്ന ഈ ദൃശ്യങ്ങളിൽ തൊട്ടു പിന്നിലായി LDFന്റെ പ്രചരണ കൊട്ടിക്കലാശ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള വാഹന വ്യൂഹങ്ങൾ വരുന്നുണ്ട്. ഏതായാലും വലിയ തോതിൽ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.